കടിച്ച് കഴുകാതെ ധൈര്യമായിട്ട് കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാവണം. വിഷരഹിതമായിട്ട് കഴിക്കണമെങ്കിൽ ധൈര്യപൂർവ്വം കഴിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം. ഇങ്ങനത്തെ ഒരു വാഗയെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ കർണാടക പോയാലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇനി അതല്ല കമ്പം തേനി മധുര പോയാലും ഒക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോട് ചെയ്യണം നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവണം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗ്രീൻ ഹെവൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. എന്താണെന്നല്ലേ? അതെ, നമ്മുടെ മുന്തിരിക്കൊല പഴുത്ത് കഴിയുമ്പോൾ അത് കാണിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. ഇത് കണ്ടോ? അതെ, നമ്മുടെ കൽപ്പറ്റയിലാണ്, നമ്മുടെ ഗിരീഷ് ഡോക്ടറുടെ വീട്ടിലാണ്. അന്ന് നമ്മൾ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഇതൊക്കെ പച്ചയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 90% നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അന്ന് തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനൊരു അവസരം ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ ഷെനിലിൻ്റെ ഇതിൽ കഴിഞ്ഞ ദിവസം വന്ന് ആയിരക്കണക്കിന് പേര് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെയധികം സന്തോഷം. എനിക്ക് കിട്ടിയൊരു അപ്രീസിയേഷനും കൂടിയാണ്. ഷെനിലിൻ്റെ വീഡിയോ വഴി എനിക്ക് എൻ്റെ ചെടികളെയൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവരും എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ സന്തോഷം. അന്ന് ഷെനിൽ ഈ പച്ച മുന്തിരി കാണിച്ച സമയത്ത് ആ ഷൂട്ടിൽ പറയുന്നുണ്ട്, ഇത് വിളവെടുക്കാൻ ഞങ്ങൾ ഒരു വരവും കൂടെ വരും. ആ വരവാണ് ഷെനിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇതും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. ഷെനിൽ ഇത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി വരുന്ന എനിക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇതൊക്കെ പഴുത്തു തുടങ്ങി, നിങ്ങൾ കാണുന്നുണ്ടാവും. അത്യാവശ്യം പറിക്കാറൊക്കെ ആയി തുടങ്ങി. ഈ ചൂടുകൊണ്ടും കൂടി ആയിരിക്കണം വളരെ പെട്ടെന്ന്. ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ളത് എന്താ? അതല്ല, വവ്വാൽ ഇവിടെ ഞങ്ങൾക്ക് അപ്പുറത്ത് മറ്റേ സപ്പോർട്ട ഉണ്ട്, അത് മുഴുവൻ വവ്വാൽ തിന്നു. അപ്പുറത്ത് ലിച്ചി ഉണ്ട്, അതൊക്കെ വവ്വാൽ തിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പം അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു കവർ വെച്ച്. നമ്മൾ ഈ ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാധനമാണിത്. അത് വെച്ച് കവർ ചെയ്താൽ ഈ വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വവ്വാൽ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ കിളികളും പെട്ടെന്ന് കാണില്ല, മറ്റേ കിളി കൊത്തി തിന്നും. എനിക്കൊന്നും കിട്ടാറില്ല. അഡ്വൈസ് എനിക്ക് കിട്ടിയ എൻ്റെ വൈഫിൻ്റെ അടുത്താണ്. ഇത് കിളി കൊത്തുന്ന് പറഞ്ഞപ്പോൾ അവളാണ് ഇങ്ങനെ ഒരു സാധനം കടയിലൊക്കെ കിട്ടില്ലേ, നമുക്കത് ഇട്ടൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഫ്രൂട്ട് സ്റ്റാളിൽ പോയി, അവർ വെറുതെ ഒഴിവാക്കുന്ന സാധനം. എന്തൊക്കെ പറഞ്ഞാലും ആള് നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും. എൻ്റെ എഫേർട്ടിന്റെ അപ്പുറം അവളുടെ ഒപ്പീനിയൻസ് ആണ് ഇതിൽ പല കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുന്നതൊക്കെ. വളരെ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് അഭിപ്രായങ്ങളും ഒക്കെ ചെയ്യുന്ന നനയ്ക്കുന്ന അവളാണ്. വൈകുന്നേരം ബാങ്ക് വിട്ട് വന്നിട്ട് ഈ ചെടികൾ മുഴുവൻ നനയ്ക്കുന്ന അവളാണ്. മക്കളെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളൊരു പരാതിയൊക്കെ പറഞ്ഞു. മക്കളെ കുറിച്ച് കൂടി ഒന്ന് പറയാം. മകന്റെ പേര് ഹരിപ്രസാദ്, അവന്റെ ഭാര്യ അതുല്യ, മോള് ശ്രീലക്ഷ്മി. വിളവെടുപ്പൊന്നുമല്ല, ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് ഞങ്ങൾ പറിച്ച് തിന്നും. ചിലപ്പോൾ ജ്യൂസ് അടിക്കാനുണ്ട്, ജ്യൂസ് അടിക്കും. പിന്നെ അയൽവാസികൾക്ക് ഇതൊരു കൗതുകമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയ്ക്കാനുള്ള സാധനമല്ല, ഇത് വലിയ കാഴ്ചയാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ച, വരുന്നവർക്കും ഇതൊരു വലിയ അതിശയമാണ് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. Bye.